ാക്കി കാണിച്ചു കൊടുക്കുന്ന ഒരു വാണിജ്യ സംവിധാനം കൂടിയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അഥവാ സെറ്റ്ലർ കൊളോണിയലിസം എന്ന് പറയുന്ന ഒരു ജനതയെ ഒരു പ്രദേശത്ത് കൊണ്ടുവന്ന് നിർബന്ധിതമായി പാർപ്പിക്കുകയും അവിടെ മറ്റുള്ളവരെ ഉന്മൂലനം ചെയ്യുകയും ആ ഉന്മൂലനം ചെയ്തുകൊണ്ട് അവരെ നിരന്തരമായി കൊന്നൊടുക്കാനുള്ള വാണിജ്യ ആയുധ ശൃംഖലകൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന ലോകം കണ്ട നെറികേടിന്റെ പേരാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്, ഫലസ്തീനിന്റെ മാത്രം ശത്രുവല്ല ഇസ്രായേൽ. ലോകത്ത് നിരന്തരമായ രാഷ്ട്രീയ കലഹങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാമ്രാജ്യത്വത്തിന്റെ ഗുണ്ടാപ്പണിയെടുക്കുന്ന ഒന്നുകൂടിയാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടു. ആധുനിക ലോകത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് സയണിസ്റ്റുകളുടെ വാദം? ഞങ്ങൾ 3000 കൊല്ലം മുമ്പ് ഇസ്രായേലിൽ ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് അത് തിരിച്ചു തരണം. മഹാനായ ഷഹീദ് മാൽക്കം എക്സ് പറഞ്ഞ ചരിത്രപരമായൊരു വാക്യമുണ്ട്, നിങ്ങൾ 3000 കൊല്ലം ഒന്നും തിരികെ പോണ്ട, 1000 കൊല്ലം പോലും പോകണ്ട. ഇന്നത്തെ സ്പെയിനിൽ അവിടെ മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുമോ? യൂറോപ്പിന്റെ ഹിപ്പോക്രസി അതാണ്. അറബ് ലോകത്ത് ഇതിനെ സ്ഥാപിച്ചെടുക്കുകയും നിരന്തരമായ മിഡിൽ ഈസ്റ്റിനെ ഛിദ്രതയുണ്ടാക്കുന്ന ഒരു സ്ഥലമാക്കി മാറ്റുകയും ചെയ്യുക. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇത് ലോകത്ത് ആരാണ് ആദ്യം വിളിച്ചു പറഞ്ഞത്? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്ത് മുസ്ലിം ഉമ്മത്തിന് രാഷ്ട്രങ്ങളുണ്ട്, പണ്ഡിതന്മാരുണ്ട്, ഹാരികളുണ്ട്, പ്രഭാഷകരുണ്ട്. ഒരുപോലെ ഇത്ര പ്രഭാഷകരുള്ള വേറെ ഒരു സമുദായം പോലും ഉണ്ടാവുമോ എന്ന് നമുക്ക് സംശയമാണ്. പക്ഷേ എന്തുകൊണ്ട് ഫലസ്തീനിന് വേണ്ടി രാഷ്ട്രങ്ങൾ അനങ്ങുകയോ പണ്ഡിതന്മാർ നാക്കനക്കുകയോ ചെയ്യുന്നില്ല? ഇതൊരു നിർണായകമായ ചോദ്യമാണ്. അത് കേവലമായിട്ടുള്ള ഭീരുത്വമല്ല, അതൊരു ഐഡിയോളജിക്കൽ ക്രൈസിസ് ആണ്, ഒരാദർശപരമായ പ്രതിസന്ധി. ദീനുൽ ഇസ്ലാമിനെ സ്വകാര്യതയിലേക്കും അതിൻ്റെ എല്ലാ തരത്തിലുള്ള ചിഹ്നങ്ങളിൽ നിന്നും അതിനെ കേവല ചിഹ്നങ്ങളിലേക്ക് മാറ്റി അതിൻ്റെ ലോകനിർമ്മിതിയുടെ അജണ്ടയെ ഷണ്ഡീകരിച്ചു നിർത്തിയ ഒരു ഐഡിയോളജിക്കൽ ക്രൈസിസ്. അതുകൊണ്ടാണ് ലോകത്ത് ഫലസ്തീനിനെതിരെ രാജ്യങ്ങൾ ഈജിപ്ത് പൊട്ടത്തോക്കുമായി സൈനികരെ പറഞ്ഞയച്ചപ്പോൾ നിറനെഞ്ചുമായി നെഞ്ചു വിരിച്ചുകൊണ്ട് തങ്ങളുടെ അനുയായികളെ പറഞ്ഞയച്ച ലോകത്തൊരു നേതാവുണ്ടായിരുന്നു, മഹാനായ ഹസനുൽ ബന്ന ഷഹീദ്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് അത് സാധിച്ചു? ലോകത്ത് മുസ്ലിങ്ങളുടെ പ്രതിസന്ധി അഖീദയുടെ പ്രശ്നമല്ല. ലോകത്ത് മുസ്ലിങ്ങളുടെ പ്രശ്നം അത് ഫിഖ്ഹിലെ തർക്കങ്ങളുടെ പ്രശ്നമല്ല. നിങ്ങളുടെ അടിവേരറുക്കുന്ന രാഷ്ട്രീയമായ പൊളിറ്റിക്കലായ പ്രശ്നമാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു നേതാവിന് മാത്രമാണ് അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞത്. ഷരീഫ് ഹുസൈൻ ലോകത്തെന്ത് ചെയ്തു? രാജാക്കന്മാരും അവരുടെ കിങ്കരന്മാരും എന്ത് ചെയ്തു എന്ന് നമ്മൾ ചരിത്രത്തിലേക്ക് ആത്മപരിശോധനാപൂർവം സഞ്ചരിക്കണം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈജിപ്താണ് അതിൻ്റെ ഒരു അതിർത്തി. ഗസയിലെ കുഞ്ഞുമക്കൾ പട്ടിണി കൊണ്ട് അവരുടെ നെഞ്ചുന്തി കണ്ണ് തുറിച്ചു വന്ന് അവർ പട്ടിണി പേക്കോലങ്ങളായി ആ ഗസയുടെ മണ്ണിൽ മരിച്ചു വീഴുമ്പോ റഫ എന്ന അതിർത്തി മിസ്റിൻ്റെതാണ്. എന്തേ തുറന്നു കൊടുക്കുന്നില്ല? അവിടെ തുറന്നു കൊടുത്തൊരു നേതാവുണ്ടായിരുന്നു, മഹാനായ ഷഹീദ് മുഹമ്മദ് മുർസി. അദ്ദേഹത്തിന് എന്തു സംഭവിച്ചു? അദ്ദേഹത്തെ നിങ്ങൾക്ക് തീവ്രവാദിയെന്നോ ഭീകരവാദിയെന്നോ വിളിക്കാം, പക്ഷെ റഫയുടെ അതിർത്തി തുറന്നുകൊടുത്ത ചരിത്രത്തിൽ ഉജ്ജ്വലമായ അടയാളപ്പെടുത്തൽ നടത്തിയ മുഹമ്മദ് മുർസി, അദ്ദേഹത്തെ അമേരിക്കയും യൂറോപ്പും ചേർന്ന് അവിടെ അട്ടിമറി ഉണ്ടാക്കി പുറത്താക്കി. പകരം കൊണ്ടുവരുന്ന പാവകളെ, പാവക്കഴുതകളെ അവർ സൽക്കരിക്കുന്നു, വിരുന്നൂട്ടുന്നു. എന്താണ് വ്യത്യാസം? നമ്മൾ ആലോചിക്കുക. ഈ വ്യത്യാസങ്ങളെ ആത്മപരിശോധനാപൂർവം തിരിഞ്ഞു നോക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഫലസ്തീനിൽ എന്തുണ്ട് പാഠം എന്ന് ചോദിക്കാൻ SI ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഖത്തറിൽ ഒരു പണ്ഡിത വൃദ്ധനുണ്ടായിരുന്നു, മുഖം തെളിമയുള്ള പ്രകാശം കണക്കെ ജ്വലിക്കുകയും ക്ഷോഭിക്കുകയും ചെയ്യുന്ന ഒരു പണ്ഡിതൻ. അദ്ദേഹത്തിന്റെ പേരാണ് ദക്തൂർ യൂസുഫ് അൽ ഖർളാവി റഹിമഹുല്ലാ.
ഗസയിൽ ഒരു ബോംബ് വീഴുമ്പോ ഖത്തറിൽ നിന്ന്, ദോഹയിൽ നിന്ന് ഒരു നിരന്തരമായി സംസാരിച്ചു കൊണ്ടിരുന്ന, മിസ്രിൽ നിന്ന് നാടുകടത്തിയ ഒരു പണ്ഡിതൻ എന്തേ അദ്ദേഹത്തെ പോലെയുള്ള ഉലമ പിന്നീട് ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചാൽ, അതാണ് ലോകത്ത് ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ വരച്ചു കാണിച്ച ആദർശം എന്ന് പറയാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ പുതിയൊരു ഒരു തിയോളജി കൊണ്ടുവന്നവരല്ല, ഒരു അഖീദ കൊണ്ടുവന്നവരല്ല. അവർ ലോകത്തിന്റെ മർമ്മത്തിലുള്ള പ്രശ്നത്തെ ചൂണ്ടിക്കാണിക്കുകയും ആ പ്രശ്നം ചൂണ്ടിക്കാണിച്ചതിന്റെ പേരിൽ തൂക്കുമരങ്ങളിൽ ഊഞ്ഞാലാടുകയും ചെയ്തവരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, 1967 അമേരിക്ക ഇസ്രയേലിനെ കൂടുതലായി പിന്തുണക്കുന്നു. സൗദി, നിങ്ങൾക്കറിയാം, ഒരു സൗദി രാജാവ് കൊല്ലപ്പെട്ടതിനെ കുറിച്ചുള്ള കഥകൾ അതൊരു കരാറുമായി ബന്ധപ്പെട്ടതായിരുന്നു. ചില അറബ് രാജാക്കന്മാർ വധിക്കപ്പെട്ടതിന്റെ കഥകൾ ഡോളർ എക്കോണമിയിൽ നിന്ന് പുറത്തു പോകാൻ ശ്രമിച്ചതായിരുന്നു. ആരാണിത് ചെയ്യുന്നത്? ചില ആളുകളുണ്ട്, അവർ മിഡിൽ ഈസ്റ്റിലേക്ക് നോക്കിയിട്ട് പറയും അവിടെ ജനാധിപത്യം ഇല്ല. കാരണം എന്താ? അവിടെയുള്ള ആളുകൾക്ക് ജനാധിപത്യ സ്വഭാവമല്ലേ, അവർ 6-ാം നൂറ്റാണ്ടിലാണ്. അത് കാപട്യമാണ്. മിഡിൽ ഈസ്റ്റിൽ ഡെമോക്രസി ഇല്ലാത്തത് അറബികൾക്ക് ജനാധിപത്യ സ്വഭാവമില്ലാത്തത് കൊണ്ടല്ല, അമേരിക്കയും ഇസ്രയേലും നിരന്തരമായി അവിടെ പണിയെടുക്കുന്നതും അവിടുത്തെ ജനങ്ങളെ വീർപ്പുമുട്ടിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, പിന്നീടാണ് നിരന്തരമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഫലസ്തീനിന് വേണ്ടി ഉണ്ടായി. അങ്ങനെയാണ് ഓസ്ലോ അക്കോർഡ് ഉണ്ടാകുന്നത്. മഹാനായ യാസർ അറഫാത്ത് അതിൽ ഒപ്പുവെച്ചു, അല്ലെങ്കിൽ ഒപ്പുവെക്കേണ്ടി വന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, തലാലസത് പറയുന്ന ഒരു സംഗതിയുണ്ട്. BDS മൂവ്മെന്റിനെ പരിഹസിച്ചുകൊണ്ട് പലരും പറയാറുണ്ട്, BDS എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കുക, ഇസ്രായേലിന്റെ ആളുകളെ ബഹിഷ്കരിക്കുക. കേരളത്തിൽ കോഴിക്കോട് SIO സുഡിയോ എന്ന് പറയുന്ന ടാറ്റയുടെ സ്ഥാപനം ബഹിഷ്കരിക്കുകയും അതിനുവേണ്ടി പ്രക്ഷോഭം നടത്തുകയും ചെയ്ത സമയത്ത് കേരളത്തിലെ ഒരു BJP-കാരൻ ഉടമസ്ഥനായിട്ടുള്ള ചാനൽ പറഞ്ഞു, അയ്യോ നിങ്ങൾ അവിവേകം കാണിക്കുന്നു, നിങ്ങൾക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് അറിയില്ലേ. സാക്ഷാൽ ഗാന്ധിയും ഉമർഖാദിയും കാണിച്ചു തന്ന രാഷ്ട്രീയ മാതൃക പിന്തുടരാൻ ഞങ്ങൾക്ക് ആ BJP-കാരന്റെ ചാനലിന്റെ ഉപദേശം വേണ്ട എന്ന് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ BDS-നെ കുറിച്ച് തലാലസത പറയുന്നത്, ചിലർ പറയും നമുക്ക് ബഹിഷ്കരിക്കണോ, സംസാരിച്ചാ പോരെ. സംസാരിക്കാൻ ഇത് ഒരു കല്യാണം അല്ലെങ്കിൽ ഡൈവേഴ്സ് ആവുന്ന കേസല്ല. തലാലസത പറയുന്നുണ്ട്, നിങ്ങൾ സംസാരിക്കാൻ നിന്നാൽ ആ ഗ്യാപ്പിൽ ഇസ്രയേൽ അതിന്റെ ബൗണ്ടറി വികസിപ്പിക്കും. അതാണ് ചരിത്രം. ഓസ്ലോ അക്കോർഡിൽ അതാണ് സംഭവിച്ചത്. ഓസ്ലോ അക്കോർഡ് നിലവിൽ വന്നതോടുകൂടി കൂടുതലായ സൈനികവും അതുപോലെ തന്നെ മറ്റ് മേഖലകളിലേക്ക് ഇസ്രയേൽ കടന്നു വന്നു. ഗസയും വെസ്റ്റ് ബാങ്കും പൂർണ്ണമായും അവരുടെ കീഴിലായി. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആ ജനത, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു ജനത. ഏതുവരെ എന്ന് ചോദിച്ചാൽ നമ്മൾ അറിയണം, ഒരു ഇസ്രായേലി, ഒരു ജൂയിഷ് ആയിട്ടുള്ള ഒരു ഫിലിം ഡയറക്ടർ ഒരിക്കൽ എഴുതി, ഹോളോകോസ്റ്റിന്റെ, യൂറോപ്പിലെ ഫാഷിസത്തിന്റെ ഏറ്റവും കിരാതമായ ക്രൂരത അനുഭവിച്ച ജൂത ജനത ഹോളോകോസ്റ്റിന്റെ അവിടെ നിന്ന് അവരെ ഫലസ്തീനിലേക്ക് കൊണ്ടുപോയി. ഫലസ്തീനിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് ആ സിനിമാ സംവിധായിക പറയുകയാണ്, എൻ്റെ അമ്മയെ ഫലസ്തീനിലെ ഒരു വീട്ടിൽ കയറ്റി താമസിപ്പിച്ചു. ഞങ്ങളെ കയറ്റി ആ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുത്തിയപ്പോൾ ആ വീടിൻ്റെ ഡൈനിങ് ഹാളിലെ ടേബിളിൽ മുൻപ് താമസിച്ചിരുന്ന അറബ് മുസ്ലിം കുടുംബം കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം ബാക്കിയായത് ഞാൻ കണ്ടു. അഥവാ സ്വന്തം വീടിന്റെ ഡൈനിങ് ടേബിളിൽ ഇരുന്നു കൊണ്ട് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്ന അറബ് ജനതയെ ആട്ടിപ്പുറത്താക്കിക്കൊണ്ടാണ് ജൂതരവിടെ കുടിയേറ്റി പാർപ്പിച്ചത് എന്ന് നമ്മൾ അറിയണം. ആ ജനത നിരന്തരമായി പൊരുതി. ഇന്തിഫാദകൾ നിരന്തരമായി അവർ നിർവഹിച്ചു. ലോകത്ത് 2000 പിറക്കുന്നത്, പുതിയ നൂറ്റാണ്ട് പിറക്കുന്നത് ഇന്തിഫാദ എന്ന ലോകത്തെ മാസ്മരികമായ പ്രതിരോധം കണ്ടുകൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ലോകത്തിങ്ങനെ പ്രതിരോധിച്ച, ലോകത്തിങ്ങനെ തങ്ങളുടെ സാക്ഷ്യം നിർവഹിച്ച ഒരു ജനതയെ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, എങ്ങനെയാണ്
മുസ്ലിം ലോകം ഈ അജണ്ടയിൽ നിന്ന് പിന്നോട്ട് പോയത്. അതിലേറ്റവും സുപ്രധാനമായ സംഭവമാണ് സെപ്റ്റംബർ 11 വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം. അതിനുശേഷം അമേരിക്ക എടുത്തൊരു തീരുമാനമുണ്ട്. ഇസ്ലാമിനെ വർഗീകരിക്കുകയും ക്ലാസിഫൈ ചെയ്യുകയും ചില ഇസ്ലാമിനെ മാത്രം പുകഴ്ത്തുകയും ചില ഇസ്ലാമിനെ എല്ലാ തരത്തിലും ബാൻ ചെയ്യുകയും ചെയ്യുക. അങ്ങനെ അവർ ക്ലാസിഫൈ ചെയ്തുണ്ടാക്കിയ ഒന്നാണ് സൂഫി ഇസ്ലാം. ഞാൻ പറയുന്നത് നമ്മുടെ തസവുഫിനെ കുറിച്ചല്ല. ദീനുൽ ഇസ്ലാമിലെ തസവുഫ് ഇവർ പറയുന്ന സൂഫി ഇസ്ലാം അല്ല. പക്ഷെ സൂഫി ഇസ്ലാമെന്നും കൾച്ചറൽ ഇസ്ലാമെന്നും സലഫി ഇസ്ലാമെന്നും ഇസ്ലാമിസ്റ്റ് ഇസ്ലാമെന്നും വെവ്വേറെ വ്യാഖ്യാനിച്ച് മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഏർപ്പാട് ലോകത്ത് അമേരിക്ക ആരംഭിച്ചു. അങ്ങനെയാണ് ലോകത്ത് കഴിഞ്ഞ നൂറ്റാണ്ടിലെ മുസ്ലിം മതപണ്ഡിതരുടെ പ്രഭാഷണങ്ങളിൽ നിങ്ങൾക്കറിയാവുന്നത് പോലെ അമേരിക്ക എന്ന് പറഞ്ഞാൽ ശൈത്താനുൽ കബീർ, ഏറ്റവും ഭീകരനായ പിശാച്ചാണെങ്കിൽ ഇന്നങ്ങനെ നമ്മൾ പണ്ഡിതന്മാരുടെ പ്രഭാഷണങ്ങളിൽ കേൾക്കാത്തത് അതൊരു സെക്യൂരിറ്റൈസേഷന് വിധേയമായി എന്നതിന്റെ കാരണം കൊണ്ടാണ്. അമേരിക്കയിലെ പണ്ഡിതനായിരുന്ന ഹംസ യൂസുഫ്, അദ്ദേഹം 90കളിൽ പ്രസംഗിച്ചത് അമേരിക്ക ഏറ്റവും പൈശാചികമായ ഈവിളാണെന്നാണ്. ഇന്ന് അദ്ദേഹം പ്രസംഗിക്കുന്നത് അമേരിക്ക ഒരു സമാധാനത്തിന്റെ വാഹകരാണ് എന്നാണ്. എന്താണ് ഈ മാറ്റം? അത് അമേരിക്ക ആധിപത്യം കൊടുക്കുകയും അറബ് രാഷ്ട്രങ്ങൾ സൽക്കരിച്ചിരുത്തുകയും അവർ ആശീർവാദത്തോടു കൂടി നടത്തുകയും ചെയ്യുന്ന ഒരു പ്രത്യേകതരം ഇസ്ലാമിന്റെ വ്യാഖ്യാനത്തെയാണ് ഇന്ന് ലോകത്ത് പ്രോത്സാഹിപ്പിക്കുകയും മറ്റു തരത്തിലുള്ള സാമൂഹ്യ മാറ്റത്തിന്റെ, രാഷ്ട്രീയ വികാസത്തിന്റെ, നീതിയുടെ, സമത്വത്തിന്റെ, സാഹോദര്യത്തിന്റെ ഇസ്ലാമിക ചോദ്യങ്ങളെ മറച്ചിടുകയും ചെയ്യുന്നത് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെയാണ് ലോകത്ത് ഇസ്ലാമോഫോബിയ കൂടുതൽ വികസിപ്പിക്കുന്നതും വലുതാക്കുന്നതും എന്ന് കാണണം. അഥവാ ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഫലസ്തീനെ എതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം എന്താ? കണ്ടം ഹമാസ്. നിങ്ങൾ ഹമാസിനെ അപലപിക്കൂ, എന്നിട്ട് നിങ്ങൾ ഫലസ്തീനെ കുറിച്ച് സംസാരിച്ചോ? നിങ്ങൾ ഫലസ്തീനിൽ കുട്ടികൾ കൊല്ലപ്പെടുന്നതിനെ കുറിച്ച് കരഞ്ഞോ? നിങ്ങളുടെ ഭക്ഷണം കിട്ടാത്തതിനെ കുറിച്ച് സഹതപിച്ചോ? പക്ഷെ നിങ്ങൾ ഹമാസിനെ അപലപിക്കണം. എന്താ ഹമാസ് ചെയ്ത തെറ്റ്? ഒരു പ്രതിരോധം നടത്തി. ഇരകൾക്ക് വേണ്ടി സഹതപിക്കുന്നത് ഇവർക്ക് പ്രശ്നമല്ല. പക്ഷെ അവർ ഇരയുടെ പൊസിഷനിൽ നിന്ന് വന്ന് പ്രതിരോധിക്കുമ്പോൾ ആ പ്രതിരോധത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഇവർക്ക് പ്രശ്നമാകുന്നു. ആ പ്രതിരോധം ആവിഷ്കരിക്കുന്ന ഇസ്ലാമിന്റെ വ്യാഖ്യാന പരിസരം ഇവർക്കതിലും മലോസരമുണ്ടാക്കുന്നു. അതാണ് കഴിഞ്ഞ 100 വർഷം ഖിലാഫത്തിന്റെ തകർക്ക് ശേഷം മുസ്ലിം ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ചരിത്ര പാഠങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നമുക്ക് ചരിത്രം? ഞാനും നിങ്ങളും നേരിട്ട് കാണുന്ന ഈ ചരിത്ര യാഥാർത്ഥ്യത്തിന്റെ ഐഡിയോളജിക്കലായ അവസ്ഥാന്തരങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് നമ്മളുടെ ബൗദ്ധികമായ ധർമ്മം എന്ന് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ്. അങ്ങനെ ലോകത്ത് ഇസ്ലാമോഫോബിയയെ വളരെ ശക്തിപ്പെടുത്തുകയും ലോകത്ത് മുസ്ലിമീങ്ങൾക്ക് രാഷ്ട്രീയം പറയാനുള്ള, നീതിക്ക് വേണ്ടി ഇസ്ലാമിക പരിസരത്ത് നിന്ന് സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുത്തുകയും ചെയ്തു എന്നത് അമേരിക്കൻ എംപയർ ചെയ്ത നൂറ്റാണ്ടിന്റെ ചതിയാണ്. ഞാനൊരു ഉദാഹരണം പറയാം. കേരളത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാൻ വരുന്നത് ചുള്ളിപ്പാറ എന്നെൻ്റെ സ്ഥലം ചെമ്മാടിനടുത്തുള്ള സ്ഥലമാണ്. അവിടെ ഒരു സുന്നി സ്ഥാപനമുണ്ട്, ദാറുൽ ഹുദ. അതിനെതിരെ CPM-കാര് പ്രകടനം നടത്തി. CPM-കാര് പ്രകടനം നടത്തിക്കൊണ്ട് പറഞ്ഞത് ഇവിടെ താലിബാനിസം പഠിപ്പിക്കുന്നു എന്നാണ്. താലിബാനിസം ഏത്? ഞാൻ പറയുന്നത് അതിൻ്റെ കുറച്ചിപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പള്ളിയുണ്ട്, അവിടേക്കല്ല പ്രകടനം. അതിൻ്റെ മുമ്പിലൂടെ ചെന്ന് ദാറുൽ ഹുദയുടെ മുമ്പിലാണ്. എവിടെ നിന്നാണ് ആ CPM-കാരെന്ത് കിട്ടിയത്? അയാൾക്ക് വഹി ഇറങ്ങിയതല്ല എന്ന് ഉറപ്പാണ്. കാരണം അയാൾ CPM-കാരൻ കൂടിയാണ്. പിന്നെ എവിടെ നിന്ന് കിട്ടി? ഇത് ഗ്ലോബലി മുസ്ലിം ഇസ്ലാമിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുള്ള എതിരെയുള്ള ലോകത്ത് നടക്കുന്ന ഒരാരോപണം, നിരന്തരമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരാരോപണം, ദയൂബന്ദിനും നദുവക്കുമെതിരെയുള്ള ആരോപണം. അത്
റീറ്റെയിലായി നമ്മുടെ ഗ്രാമങ്ങളിൽ വികസിപ്പിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ഇസ്ലാമോഫോബിയ. ഒരു പ്രകടനം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാന്തപുരം വിഭാഗത്തിന്റെ സ്ഥാപനത്തിലേക്ക് നടന്നു. അതും ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനമല്ല. ഞാൻ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപനമാണെങ്കിൽ മാർച്ച് നടത്താമെന്നല്ല. നമ്മളാണല്ലോ ഈ തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും എസൻഷ്യൽ ശരീരങ്ങൾ എന്നാൽ അതുകൊണ്ട് നമുക്കൊന്ന് ക്ഷമിക്കാമെന്ന് വെക്കാം. പക്ഷെ നമ്മുടെ മേഖലയിലേക്കല്ല, കാന്തപുരം വിഭാഗത്തിലേക്ക്. എന്താണ് അവർ ചെയ്തത് കുറ്റം? ഒരു ടീച്ചർ പറഞ്ഞു ഓണം ഹൈന്ദവ സമൂഹത്തിൻ്റെ ആഘോഷമാണ്. എന്താ തെറ്റ്? നിങ്ങൾ അറിയണം, ഈ നാട്ടിൽ ഓണത്തിന് നിരാഹാരം കിടന്ന ദളിത് ചിന്തകന്മാരുണ്ടായിട്ടുണ്ട്. ഓണത്തിന് മത്സ്യം കഴിക്കുന്ന, കൂരക്കറി കഴിച്ചിരുന്നു, ഞങ്ങളുടെ ഓണം അതാണ് എന്ന് പറയുന്ന ഓണത്തെക്കുറിച്ച് സംവാദങ്ങളുണ്ട്. പിന്നെ ഒരു സാധു ടീച്ചർ, തുച്ഛമായ വേതനത്തിന് ഒരു സ്കൂളിൽ പണിയെടുക്കുന്ന ടീച്ചർ പറഞ്ഞതിനെ ഇത്ര പ്രശ്നമാക്കണോ എന്നല്ല. പ്രശ്നമാക്കുന്നതിൻ്റെ ചേതോവികാരം എന്താണ്? ഓണം ആഘോഷിക്കുന്നവർക്ക് ആഘോഷിക്കാം, അതിൻ്റെ വ്യത്യസ്ത ചരിത്രങ്ങളെ ഉൾക്കൊള്ളുകയും അതിനെ സെലിബ്രേറ്റ് ചെയ്യുന്നവരും ചെയ്യാം. പക്ഷെ ഒരു മുസ്ലിം ടീച്ചർ അത് ആഘോഷിക്കണ്ട എന്ന് വെക്കാനുള്ള സ്വാതന്ത്ര്യവും അവർക്കില്ലേ? ഞാൻ അവരുടെ നിലപാട് തെറ്റോ ശരിയോ എന്നല്ല പറയുന്നത്, പക്ഷെ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. പക്ഷേ അത് ചെയ്യുമ്പോൾ അവർ വർഗീയവാദിയാകുന്നത് എങ്ങനെ? ഇതും ഫലസ്തീനും തമ്മിലൊരു ബന്ധമുണ്ട്. കാരണം ലോകത്ത് ഇസ്ലാമോഫോബിയയുടെ രാഷ്ട്രീയമാണ് മുസ്ലിം ചോദ്യങ്ങളെ നിരന്തരമായി ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വികേന്ദ്രീകൃതമായ രൂപങ്ങളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, SFI എന്ന് പറയുന്ന സംഘടന MSF എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്കെതിരെ ആരോപണം നടത്തി. നമുക്ക് MSFനോട് നമ്മുടേതായ വിയോജിപ്പുണ്ട്, SFIയോടും വിയോജിപ്പുണ്ട്. പക്ഷേ അവർ പറയുന്നത് MSF മതം പ്രചരിപ്പിക്കുന്നു എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു രാഷ്ട്രീയ പാർട്ടി മുസ്ലിം ലീഗ് നിങ്ങൾ എടുക്കുക. ആദ്യ പഴയ മുസ്ലിം ലീഗിനെ, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിനെ പാകിസ്ഥാൻ വാദത്തിൽ പിന്തുണച്ചവര് ആരായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് പിന്തുണക്കാനുള്ള കാരണം എന്താണ്? മതം പറയുന്നു എന്നതല്ല, ഇത് ദേശീയതയുടെ പ്രശ്നമാണ് എന്നാണ് അവർ പറഞ്ഞത്. ഇപ്പോഴത്തെ മുസ്ലിം ലീഗ് പറയുന്നത് മതമല്ല, സമുദായമാണ്, കമ്മ്യൂണിറ്റിയാണ്, മൈനോറിറ്റിയാണ്. ഇത് വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസം തിരിച്ചറിയാത്തത് എന്താണ്? ഹിന്ദുത്വ ലോജിക്കിലാണ് CPM-കാരൻ ചിന്തിക്കുന്നത് എന്നാണ്. ഈ ലോജിക്ക് വരികയും മുസ്ലിം മൈനോറിറ്റിയുടെ ക്വസ്റ്റ്യനെ ഇല്ലാതാക്കുകയും ചെയ്യുന്നതോടുകൂടി ഇസ്ലാമോഫോബിയ നമ്മുടെ നാട്ടിലും ശക്തിപ്പെടുന്നു. ഈ ഇസ്ലാമോഫോബിയ ശക്തിപ്പെടുന്നത് കൊണ്ടുകൂടിയാണ് ഫലസ്തീൻ എന്ന ചോദ്യം നിങ്ങൾക്ക് ഉന്നയിക്കുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും രൂക്ഷമായ പരിഹാസങ്ങളും അവഹേളനങ്ങളും ബഹിഷ്കരണങ്ങളും കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിലും ഉയർന്നു വരുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നേരത്തെ ഒരു വിവാദം നടക്കുകയും പിന്നെ ഈ രാഹുൽ മാങ്കൂട്ടലുമായി ബന്ധപ്പെട്ട ഒരു വിവാദം നടക്കുകയും ഷാഫി പറമ്പിലിനെ പിന്നെ തടയുകയും അതൊക്കെ നിങ്ങൾ കണ്ടതാണ്. പക്ഷെ അതിനുശേഷം നടക്കുന്ന സംഭവം എന്താണ്? അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള തൊപ്പി ധരിച്ച ഒരു സാധു കാക്ക, വടകരയിലുള്ള ഒരു കാക്ക, ഒരു സഹോദരൻ, അയാളും താലിബാനിയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കി, ഇതിൻ്റെ ഏറ്റവും മൃഗീയമായ, കിരാതമായ, ക്രൂരമായി എങ്ങനെയാണ് ഇസ്ലാമോഫോബിയ വളരെ ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾ അറിയണം. അത് മനസ്സിലാകുമ്പോൾ കൂടിയാണ് ഫലസ്തീനിന്റെ കോസിനെ നമുക്ക് മനസ്സിലാവുക. കാരണം ഇതൊരു ഗ്ലോബൽ പ്രോജക്റ്റാണ്, ഒരാഗോള പദ്ധതിയാണ്. അമേരിക്ക നേതൃത്വം നൽകുകയും ഇസ്രയേൽ നേതൃത്വം നൽകുകയും ലോകത്ത് ഇസ്ലാമിക പരിസരത്ത് നിന്ന് നീതിയുടെ ചോദ്യങ്ങളെ നിഷ്കാസിതമാക്കുകയും ചെയ്യുന്ന ഈ പദ്ധതിക്കെതിരെയുള്ള രാഷ്ട്രീയ ബോധ്യം ആർജിക്കലാണ് ഫലസ്തീനിന് വേണ്ടിയുള്ള ഐക്യദാർഢ്യം SIO-വിനെ സംബന്ധിച്ചിടത്തോളം. അതാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവിടെ ഈ ജനതയ്ക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഞാൻ അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു, അത് തോറ്റുപോകാനുള്ള സമരമല്ല. ഏതുപോലെ ബദർ പോലെ അത് തോറ്റുപോകാനുള്ള സമരമല്ല. ഏതുപോലെ മൂസാ നബി അലൈഹിസ്സലാം ആ ഫറോവയുടെ മുമ്പിൽ ചെങ്കടൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ആ പൊടിപടലങ്ങൾക്കിടയിൽ നിന്ന് ഇനിയും യഹ്യാ സിൻവാറുമാർ ഉയർന്നു വരും. അത് ചരിത്രത്തിന്റെ സാക്ഷ്യമാണ്.
അത് അല്ലാഹുവിന്റെ ദീനിന്റെ സത്യമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അമേരിക്കക്ക് മനസ്സിലാകാത്ത, ഇസ്രയേലിന് മനസ്സിലാകാത്ത ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ ഗൈബിലുള്ള വിശ്വാസമാണ്, അദൃശ്യമായ വിശ്വാസം. അതുകൊണ്ടാണ് ഫലസ്തീനിലെ പോരാളികൾ അവരുടെ പോരാട്ടത്തിന് തൂഫാനെന്നും ഫുർഖാനെന്നും സിജ്ജീലെന്നും നാമകരണം ചെയ്യുന്നത് ഗൈബിലുള്ള വിശ്വാസം കൊണ്ടാണ്. ഞങ്ങളുടെ യുദ്ധത്തിന്റെ നടുമുറ്റത്തേക്ക് ആകാശത്തു നിന്ന് മലായിക്കത്ത് പറന്നുറങ്ങുമെന്ന അചഞ്ചലമായ വിശ്വാസത്തിന്റെ പേരാണ് ഫലസ്തീനിലെ സുമൂത്ത് എക്സിസ്റ്റൻസും റെസിസ്റ്റൻസും സാധ്യമാക്കുന്നത്. നമ്മൾ അറിയണം, അത് ലോകത്ത് തീർന്നു പോകാനുള്ള സംഗതിയല്ല. ലോകത്തിന്റെ ചരിത്രം അവിടെ അവസാനിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചാലും അതിനപ്പുറത്തും പ്രഭാതങ്ങൾ ബാക്കിയുണ്ടാകും. കാരണം ഷഹീദ് സയ്യിദ് ഖുതുബ് പറഞ്ഞതുപോലെ ഇത് അല്ലാഹുവിന്റെ ഭൂമിയാണ്. നിങ്ങൾക്ക് വിചാരിക്കാം ഫലസ്തീൻ തീരും, അധർമ്മം ജയിക്കും, അനീതി വാഴും, ലോകം ഇരുട്ടിലേക്ക് പോവുകയാണ്. പക്ഷെ നിങ്ങൾ അറിയണം, അത് വാഴാൻ പോകുന്ന മണ്ണ് അത് അല്ലാഹുവിൻ്റെതാണ്. അവിടെ പുലരാൻ പോകുന്നത് അല്ലാഹുവിന്റെ നീതിയുടെ സാക്ഷ്യം മാത്രമാണ്. ഇത് അല്ലാഹുവിന്റെ വാഗ്ദാനം. അതിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ നൂറ്റാണ്ടിൽ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയാരെന്ന് ചോദിച്ചാൽ SIO പറയുക അത് യഹ്യാ സിൻവാറാണ്. തടവറയിൽ കിടന്നുകൊണ്ട് ശത്രുവിന്റെ ഭാഷ, ഹീബ്രു ഭാഷ പഠിക്കുന്ന യഹ്യാ സിൻവാർ, ആ യഹ്യാ സിൻവാർ ടണലിൽ എവിടെയോ മരിച്ചു കിടക്കുന്നു എന്ന് IDF പ്രചരിപ്പിച്ചു. യഹ്യാ സിൻവാർ ഗസയിൽ നിന്ന് നാടുവിട്ട് എവിടെയോ പോയി സുഖവാസം നയിക്കുന്നു എന്ന് IDFും അവരുടെ കിങ്കരന്മാരും അവിടെ പലവരും നിങ്ങൾക്കറിയാവുന്നതുപോലെ പ്രചരിപ്പിച്ചു. പക്ഷെ ഒരു വീഡിയോ വന്നു, യഹ്യാ സിൻവാർ കവിത ചൊല്ലുന്നു. മരണത്തിന്റെ സന്ദർഭത്തിൽ 76 മണിക്കൂർ പട്ടിണി കിടന്ന ഒരു മനുഷ്യൻ കവിത ചൊല്ലിക്കൊണ്ട് തന്റെ സഹപ്രവർത്തകരുടെ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ അത് ബദറിൽ നിന്നുള്ള ഊർജമല്ലാതെ മറ്റൊന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ സുമൂദിനെ, ആ റെസിസ്റ്റൻസിനെ തകർക്കാൻ കഴിയുന്ന ആയുധങ്ങൾ നിർമ്മിക്കാൻ ഇന്നും ഇസ്രയേലിന്റെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സുകൾക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് ചരിത്രത്തിന്റെ പാഠം. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ആരാണ് സയ്യിദ് ശുഹദ ഇസ്മായിൽ ഹനിയ? അദ്ദേഹം അവസാനം തെഹ്റാനിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം ചേർത്ത് പിടിച്ചൊരു ഗ്രന്ഥമുണ്ട്. അതാണ് അള്ളാഹുവിന്റെ കലാം, പരിശുദ്ധ ഖുർആൻ. ഹാഫിളായ മനുഷ്യൻ, നിരന്തരം ഖുർആൻ പാരായണം ചെയ്യുന്ന ഒരു മനുഷ്യൻ. എനിക്ക് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വം കണ്ടപ്പോൾ ഞാൻ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷിത്വത്തെ കുറിച്ച് ഓർത്തുപോയി. എങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദാകുന്നത്? പിറകിൽ നിന്ന് നമസ്കരിക്കുന്നതിനിടെ കുത്തേറ്റുകൊണ്ടാണ്. എവിടെയാണ്? മദീനയിലാണ്. മദീന എന്താണ്? ഇസ്ലാമിക സാമ്രാജ്യത്വത്തിന്റെ ആസ്ഥാനമാണ്. തെഹ്റാനിലെ സുരക്ഷാ വീഴ്ചയുണ്ടാകാം, പക്ഷേ അള്ളാഹുവിന് ഇസ്മായിൽ ഹനിയെ തന്നിലേക്ക് വിളിച്ചു വരുത്താൻ ഷഹാദത്തല്ലാത്ത മറ്റൊരു വഴിയില്ല എന്നതിന്റെ സാക്ഷ്യം കൂടിയാണ് ആ സുരക്ഷാ കവചങ്ങൾക്കകത്തുകൊണ്ട് ഷഹീദ് ഇസ്മായിൽ ഹനിയ ഷഹാദത്ത് വരിക്കുന്നത്. അത് IDFന്റെ വിജയമല്ല, അത് സയ്യിദ് ശുഹദ ഹനിയയുടെ വിജയമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഫലസ്തീനിൽ ഒരു പരിപാടി നടന്നു. മദ്രസ യൂസുഫിയയിൽ പഠിച്ച ഹാഫിദുകൾക്കുള്ള ആദരം. ഏതാണ് ഈ മദ്രസ യൂസുഫിയ? അത് ഒരു വലിയ കെട്ടിടം അതിനില്ല. അതിന് വലിയ വലിയ കെട്ടിടങ്ങളുടെയും ബിൽഡിങ്ങുകളുടെയും സ്ഥാപനങ്ങളുടെയും അകമ്പടി അതിനില്ല. മദ്രസ യൂസുഫിയയിൽ പഠിച്ചിരുന്നവർ ഒരുമിച്ച് വന്ന് അവരുടെ ഖത്തമുൽ ഖുർആൻ ആഘോഷിക്കുകയും മധുരം വിതരണം ചെയ്യുകയും ചെയ്യുന്നു. എവിടെയാണ് ഈ മദ്രസ യൂസുഫിയ? ഇസ്രായേലിന്റെ തടവറക്കകത്ത് പിടിച്ചു കൊണ്ടുപോയ അവരുടെ പോരാളികൾ അവിടെ നിന്ന് പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുകയും ഫലസ്തീനിൽ തിരിച്ചെത്തിയപ്പോൾ ഖത്മുൽ ഖുർആൻ ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു ജനതയുടെ പേരാണ് ഫിലസ്തീനികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഒരു ജനതയെ നിങ്ങൾക്ക് ആയുധം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം അവർ ഇത്രയും നേരം പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അത് ലോകം കണ്ട ആയുധ വ്യാപാരികളുടെ കൊലകൊമ്പന്മാർക്കെതിരായ ശക്തമായ മുദ്രാവാക്യമാണ്. അതുകൊണ്ട് ഫലസ്തീൻ പരാജയപ്പെടുന്നില്ല, പരാജയപ്പെടുന്നത് നമ്മളാണ്. പരാജയപ്പെടുന്നത് ആഗോള സമൂഹമാണ്. ഈ മോഡേൺ ലോകത്ത് പ്രോഗ്രസ് ബാധിച്ചു, സയൻസിലൂടെ ലോകം ഉന്നതിയിലെത്തി എന്ന് പറയുന്നവർ എന്തുകൊണ്ടാണ് ഇത്രയധികം മനുഷ്യരെ കൊന്നുതള്ളുന്ന ടെക്നോളജിയെ കാണാത്തത്? ആരാണ് ഈ ലോകത്ത് ഇത്ര വലിയ നാശം വിതച്ചത്? ഇത്ര വലിയ മാരകമായ നാശം വിതച്ചത്?
നിങ്ങൾ ഈ ആഘോഷിക്കുന്ന സയൻസ് ആൻഡ് ടെക്നോളജി അല്ലേ? അതിലാണ് മനുഷ്യന്റെ സർവവും എന്ന് വിചാരിക്കുന്നവർ എന്തുകൊണ്ട് അതിനെ കുറിച്ച് സംസാരിക്കുന്നില്ല? ഈ നാട്ടിലടക്കം CCTV ക്യാമറ, സർവൈലൻസ് ക്യാമറകൾ ഇറക്കുമതി ചെയ്യുന്നതിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് ഇസ്രായേലാണ്. ഫലസ്തീനികളെ നിരീക്ഷിച്ച് ക്യാമറ വെച്ചാൽ ഫലസ്തീനിയുടെ വീടിന്റെ അടുക്കളയിൽ എന്ത് നടക്കുന്നു എന്ന് കാണാൻ കഴിയുന്ന ക്യാമറകൾ വെച്ച് ലോകത്തിനവർ കാണിച്ചു കൊടുക്കുന്നു. ഏറ്റവും നല്ല സർവൈലൻസ് സിസ്റ്റം ഞങ്ങളുടേതാണ്. ലോകത്ത് ഏറ്റവും വലിയ ടെക്നോളജി ഞങ്ങളുടേതാണ്. കാരണം ഞങ്ങൾ ഫലസ്തീനികളുടെ ശരീരത്തിന് മുകളിൽ, ഫലസ്തീനികളുടെ ആത്മാഭിമാനത്തിന് മുകളിൽ അത് പരീക്ഷിച്ച് വിജയിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ വാങ്ങൂ എന്ന് പറയുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ എവിടെയാണ് മനുഷ്യ സമൂഹത്തിന് പുരോഗതി എന്ന് അതിനാഘോഷിക്കുന്നവർ പറയേണ്ടതാണ്. അതിലല്ല പുരോഗതി. പുരോഗതി എന്ന് പറയുന്നത് മനുഷ്യൻ ആദരിക്കാൻ കഴിയുന്ന ഒരാദർശത്തിൽ മാത്രമാണ്. അത് സയോണിസത്തിനില്ല. അതൊരു മോഡേൺ ആയിട്ടുള്ള ആധുനികമായ വംശീയ പദ്ധതിയാണ്. നിങ്ങൾ ആലോചിക്കണം, അമേരിക്ക ലോകത്ത് ചെയ്തു കൂട്ടിയിട്ടുള്ള തോന്നിവാസങ്ങൾ എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ശവമഞ്ചങ്ങളാണ് അമേരിക്ക എന്ന സാമ്രാജ്യം ഈ ലോകത്തുണ്ടാക്കിയിട്ടുള്ളത്. അതാണോ ആധുനിക ലോകമുണ്ടാക്കിയ സംഭാവന? അതാണോ ശാസ്ത്ര പുരോഗതി ഉണ്ടാക്കിയ സംഭാവന? സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ പറയുന്നു, നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ വിമർശനങ്ങൾ ഈ ലോകഘടനയ്ക്കെതിരെ ഉയരണം, വംശീയതയുടെ ഘടനകൾക്കെതിരെ ശക്തമാകണം. അതുകൊണ്ടാണ് SIO ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. SIO വിദ്യാർത്ഥികൾ അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ പഠിക്കുന്ന സാമ്പത്തിക ശാസ്ത്രത്തിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത് ഈ ഫലസ്തീനിന്റെ മുമ്പിൽ എന്ന് നിങ്ങൾ ആത്മപരിശോധന നടത്തണം. നിങ്ങൾ പഠിക്കുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ഫലസ്തീനിനെ മുമ്പിൽ വെച്ചുകൊണ്ട് ലോകത്ത് വംശഹത്യക്ക് പ്രേരണയാകുമ്പോൾ എങ്ങനെയാണ് നീതിയുടെ ഒരു ലോകത്തെ പണിതെടുക്കുക എന്ന് നിങ്ങൾ ആലോചിക്കണം. ലോകത്ത് ഇവിടെ സാമൂഹ്യ ശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ SIO പറയുന്നു, വംശീയത തിടം വെച്ച് വളരുന്ന മനുഷ്യരെ ഇഞ്ചിഞ്ചായി കൊന്ന് ആർഭാടമാക്കുന്ന, ആഘോഷിക്കുന്ന ഈ ലോകഘടനയുടെ മുമ്പിൽ നിങ്ങളുടെ വിജ്ഞാനം കൊണ്ട്, അറിവ് കൊണ്ട്, ചിന്ത കൊണ്ട്, നിങ്ങളുടെ പ്രവർത്തനം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാനുള്ളത്? സഹതാപങ്ങളല്ല, മൽ അമലു ബിഹാ, നിങ്ങൾക്കുള്ള അമല് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തു എന്ന് നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് നിർവഹിച്ചു എന്നതാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. അമൽ പ്രധാനമാകുന്ന ലോകത്ത് ചിന്ത കൊണ്ടും അറിവ് കൊണ്ടും നിങ്ങളുടെ ആയുസ് കൊണ്ടും നിങ്ങൾ എന്ത് നിർവഹിക്കുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളുടെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന ചോദ്യമാണ് സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഇവിടെ മുന്നോട്ട് വെക്കുന്നത്. അത് ഹിന്ദുത്വ വംശീയതക്കെതിരെയായാലും, സിയോണിസ്റ്റ് വംശീയതക്കെതിരെയായാലും, അമേരിക്കൻ സാമ്രാജ്യ ഘടനക്കെതിരെയായാലും, അതിനുവേണ്ടി പരവതാനി വിരിച്ചു കൊടുക്കുന്ന രാജാക്കന്മാർക്കും പണ്ഡിത പുരോഹിതർക്കും എതിരെയായിരുന്നെങ്കിലും നിങ്ങളുടെ സാക്ഷ്യം നിർവഹിക്കാനുള്ള അത്യന്തം ഗുരുതരമായ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെ നിങ്ങൾ നിങ്ങളുടെ സാക്ഷ്യം നിർവഹിക്കുക. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.